ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറിന് 3 ദിവസം പ്രായമുള്ള ഭ്രൂണങ്ങളെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ 5 ദിവസം വരെ ലാബിൽ വെച്ച് വളരുവാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഭ്രൂണം അത് കോമ്പറ്റൻസി കൂടുതലുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പം നമുക്കൊരു പേഷ്യൻറ്റ് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എംബ്രിയോസിൽ നമ്മൾ അവയെ 5 ദിവസം വരെ ലാബിൽ വെച്ച് വളർത്തിയെടുക്കുമ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് വളർന്ന ഭ്രൂണങ്ങളെ ഒരു എംബ്രിയോളജിസ്റ്റിന് സെലക്ട് ചെയ്ത് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നല്ല എംബ്രിയോസിനെ സെലക്ട് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ആ ഒരു ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്യാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലാണ്. ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറിൽ ഏകദേശം 80% വരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രഗ്നൻസി നമുക്ക് കിട്ടാറുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല 1-2 ഭ്രൂണങ്ങളെ സെലക്ട് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറിൽ വളരെയധികം കുറവാണ്. നമുക്ക് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു വിധത്തിലുള്ള ട്രാൻസ്ഫർ വഴി സാധിക്കുന്നതാണ്.